റൂംസ്, ഓപ്പൺ കിച്ചൺ, ഡൈൻ ഏരിയ, പോരാത്തതിന് സ്വിമ്മിംഗ് പൂള് എല്ലാം കൂടെ ബിലോ 600. ഒരു 15 ആളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം. ഇതെല്ലാ ഫെസിലിറ്റി യൂസ് ചെയ്യാം. പെർ ഹെഡ് വെറും 600. ഹാഡിയസ്, എല്ലാവർക്കും റാസി സോയ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എന്നുള്ളത് വയനാട് കേണിച്ചിറയ്ക്ക് അടുത്തുള്ള വൈറ്റ് ഫോർട്ട് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ്. വൈറ്റ് ഫോർട്ട് എന്ന് പറയുന്നത് 2BH വില്ലാസും സിംഗിൾ വില്ലാസും വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫാമിലി ഗ്രൂപ്പ്സോ ബാച്ചലർ ഗ്രൂപ്പ്സോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ പ്രോപ്പർട്ടി വിത്ത് കിച്ചൺ ഫെസിലിറ്റി ആണ്. അപ്പോൾ നിങ്ങൾ സൈറ്റ് സീയിങ് ഒക്കെയാണ് വയനാട് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് വരുന്നത് എന്നുണ്ടെങ്കിൽ ചെറിയൊരു ബഡ്ജറ്റിന് താമസിക്കാം. രാവിലെ നിങ്ങൾക്ക് പോയിട്ട് സൈറ്റ് സീയിങ് ഒക്കെ കണ്ട് വൈകുന്നേരം വീണ്ടും തിരിച്ചു വരാം. ഒരു കുക്കിംഗ് പരിപാടിയൊക്കെ നടത്താം. രാത്രി ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് പൂളിലൊക്കെ എൻജോയ് ചെയ്യാന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് വൈറ്റ് ഫോർട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ബഡ്ജറ്റ് തന്നെയാണ്. കൂടുതൽ ഡീറ്റെയിൽസും പ്രോപ്പർട്ടീസിന്റെ ഇന്റീരിയർ റൂംസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് കയറുമ്പോൾ തന്നെ നമുക്ക് ഈ കാണുന്നതാണ് ഇവിടുത്തെ സിംഗിൾ ബെഡ്റൂം വില്ലയും അതുപോലെ തന്നെ ഡബിൾ ബെഡ്റൂം വില്ലയും. ഡബിൾ ബെഡ്റൂമിന്റെ ഒരു ഔട്ട് സൈഡിലുള്ള വ്യൂ ആണ് നമ്മളിങ്ങനെ കാണുന്നത്. പുറത്തുതന്നെ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡൈൻ ഏരിയയും കാര്യങ്ങളുണ്ട്. അതായത് മഴ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഗ്രൂപ്പായിട്ടൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സെറ്റപ്പാണ്. ഒരു വില്ലയിലേക്ക് കയറുമ്പോൾ തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു ഹാളാണ് നമുക്ക് കാണുന്നത്. ചെറിയൊരു ഡൈനിങ് ടേബിള്, ഫ്രിഡ്ജിന്റെ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണ്, ടിവിയും കാര്യങ്ങളുണ്ട്. ലെഫ്റ്റ് സൈഡിലെ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഈ കാണുന്ന പോലെ 2 ഡബിൾ കോട്ടും അതേപോലെ തന്നെ ബെഡും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഒരു എക്സ്ട്രാ ബെഡ് കൂടെ ഇടുകയാണെങ്കിൽ സുഖമായിട്ട് ഈ റൂമിൽ ഒരു 6 പേരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നേരെ നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റുള്ള റൂമിലേക്ക് പോകുന്നത് സെയിം പാറ്റേണിൽ തന്നെ ഈ പറഞ്ഞ പോലെ 2 കോട്ട് വിത്ത് ബെഡ് ഉണ്ട്. കൂടാതെ ഒരു ഡബിൾ എക്സ്ട്രാ ബെഡും കൂടെ ഇടുകയാണെങ്കിൽ 6 പേര്, അതായത് ഒരു വില്ലയിൽ സുഖമായിട്ട് 12 പേരെ വരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം. വാഷ്റൂം അതേപോലെ തന്നെ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള വാഷ്റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ കാണുന്നത് നമ്മൾ തൊട്ടടുത്ത വില്ലയാണ്. അടുത്തൊരു 2BH വില്ലയാണ്. അതായത് സെയിം പാറ്റേൺ തന്നെയാണ്. ഹാളും കാര്യങ്ങളും ഫ്രിഡ്ജ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡബിൾ ബെഡിന്റെ കോട്ടും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഈ 2BHന്റെ എല്ലാ വില്ലാസിനും നമുക്ക് മിനിമം ഒരു 6 പേരെ വരെ, മാക്സിമം ഒരു 8 പേരെ വരെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഒരു റൂമിൽ തന്നെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. ഈ എല്ലാ 2BH വില്ലാസും സെയിം പാറ്റേണിൽ തന്നെ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ 3ാമത്തെ വില്ലയുടെ ഇന്റീരിയർ ആണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ എല്ലാ വില്ലയിലും നമുക്ക് ഈ ഫ്രിഡ്ജ് ഫെസിലിറ്റീസിനൊക്കെ പുറമെ നമുക്ക് അവിടെ ഒരു കെറ്റിലും ഒരു അത്യാവശ്യത്തിനുള്ള ചായപ്പൊടിയും പഞ്ചസാരയും അവിടെ അവൈലബിൾ ആണ്. നമ്മളവിടെ സംസാരിച്ചത് ഗസ്റ്റ് വന്നിട്ട് എന്തൊരു ചായക്കും കാപ്പിക്കും ഒരു ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷൻ, അത് കോംപ്ലിമെന്ററി ആയിട്ട് അവർ കൊടുക്കുന്നതാണ് കേട്ടോ. ബെഡും കാര്യങ്ങളും റൂംസും ഒക്കെ തന്നെ മുന്നേ ഞാൻ കാണിച്ച വില്ലയിലെ പോലെ തന്നെ സെയിം പാറ്റേണിൽ തന്നെ വരുന്നത്. ഇത് ഇവിടുത്തെ ഒരു ഔട്ട് സൈഡ് ആയിട്ടുള്ള വരുന്നൊരു പോർഷൻ. ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയറിനുള്ള ഒരു സംവിധാനം ഉണ്ട് ഫോർ അഡീഷണൽ കോസ്റ്റ്. പിന്നെ അതുപോലെ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഒരു ഗ്യാതറിങ്ങിനും ഒരു നല്ല രസമുണ്ട് അവിടെ കാണാൻ. പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു പൂളിന്റെ ഏരിയ എന്ന് പറയുന്നത്. പൂളിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ ബഡ്ജറ്റിനൊക്കെ കൊടുക്കുന്ന സമയത്ത് പലയിടങ്ങളിലും ഈ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്നതായിട്ട് കാണാം. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ തന്നെ വന്നില്ല കേട്ടോ. അപ്പോൾ നല്ല പ്രോപ്പർട്ടിയാണ്, നല്ല നീറ്റായിട്ട് തന്നെയാണ് അവരുടെ സർവീസും പൂളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പ്രോപ്പർട്ടി ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്